മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരണ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് ആരെയും അടുപ്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ശിവേട്ടനും സംഘമൊക്കെ ശരണ്യെ ഒന്ന് സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. കാരണം അച്ഛനും അമ്മയും ചേട്ടൻ മാത്രമാണ് അവൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ശരണ്യ ശരിക്കും ഒരു ഡിപ്രഷനിലായതുകൊണ്ട് തന്നെ പോലീസുകാരനോട് കൃത്യമായി മൊഴിയെടുക്കാനും അന്ന് പറ്റിയിരുന്നില്ല. വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ പോലീസ് ശരണ്യെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വീട്ടുകാർ പറയുന്നുണ്ടെങ്കിലും പ്രതികൾക്ക് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് പോലീസ് കട്ടായം പറഞ്ഞു. അങ്ങനെ ചേട്ടന്റെ കൂടെയായിരിക്കും ശരണ്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ ലോക്കപ്പിൽ കിടക്കുന്ന ആ 4 പേരെ കണ്ടപ്പോൾ ശരണ്യക്ക് ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. തന്റെ ജീവിതം നശിപ്പിച്ച ആ ക്രൂരന്മാരെ നോക്കാൻ പോലും അവൾക്ക് വയ്യ. അച്ഛനും അമ്മയും കൂടെയുള്ളത് കൊണ്ട് തന്നെ അവൾ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് നിൽക്കുകയാണെന്ന് മാത്രം. CIയും SIയും ഒക്കെ ചേർന്ന് ശരണ്യെ കംഫർട്ടാക്കി തന്നെ നിർത്തുന്നുണ്ട്. രോഹിത്തിനെയും ഹരിയെയും മറ്റു 2 പേരെയും പോലീസ് ശരണ്യയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഹരിയെ കണ്ടപ്പോൾ ശരണ്യയുടെ സങ്കടം അങ്ങ് ഇരട്ടിച്ചു. പക്ഷേ ഹരിക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇവൾ കാരണം തന്റെ ജീവിതം പോയല്ലോ എന്ന ദേഷ്യമായിരുന്നു അവന്റെ ഉള്ളിൽ അപ്പോഴും. എന്നാൽ രോഹിത് ആകെ തകർന്നു പോയിരുന്നു. ശരണ്യയുടെ അവസ്ഥ കണ്ട് അവൻ മുഖം തിരിച്ചു എങ്ങി എങ്ങി കരയുന്നുണ്ടായിരുന്നു. ശരണ്യ സഹിക്കെട്ട് ഹരിയുടെ കഴുത്തിനങ്ങ് കുത്തിനെ പിടിച്ചുകൊണ്ട് ആക്രോശിച്ചു. എടാ, എന്തിനാടാ നീ എന്നോട് ഈ ചതി ചെയ്തത്? നിന്നെ അത്രമാത്രം വിശ്വസിച്ചത് കൊണ്ടതല്ലേ നീ വിളിച്ചപ്പോഴേക്കും ഞാൻ നിന്റെ കൂടെ വന്നത്. എന്നെ അങ്ങ് കൊന്നു കളയാമായിരുന്നില്ലേ? എന്തിനാടാ നീ എന്നെ ബാക്കി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ശരണ്യ അങ്ങ് പൊട്ടിക്കരയാണ്. SI മധുസൂദനൻ നായർ ഇടപെട്ട് ശരണ്യെ ആശ്വസിപ്പിച്ചു. മോളെ വിഷമിക്കാതെ. ഇവന്മാരെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ കാര്യങ്ങളൊന്ന് വിവരിച്ച് പറയണം. അന്നത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശരണ്യക്ക് ആകെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ബോധം കെട്ട് വീഴാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി അവളെ അങ്ങ് താങ്ങി പിടിച്ചു. പോലീസുകാർ അവരെ വേഗം സെല്ലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ശരണ്യെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും എത്തിച്ചതിനു ശേഷം പോലീസ് അച്ഛനോടും അമ്മയോടും വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഹരി വെള്ളത്തിലെന്തോ മരുന്ന് കലർത്തിയിട്ട് കൊടുത്തതിനു ശേഷം ബോധം മറിഞ്ഞുവെന്നും പിന്നീട് വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതും ചേട്ടൻ പോലീസുകാരോട് വിവരിച്ചു. DYSP മധുസൂദനൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവന്റെ ഫോണും പെൻഡ്രൈവും എല്ലാം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. സ്റ്റേഷനിലേക്ക് എത്തി DYSP ഹരിയെ വിളിച്ചിട്ട് നന്നായിട്ടങ്ങ് പെരുമാറുന്നുണ്ട്. ആദ്യം കള്ളം പറഞ്ഞുവെങ്കിലും ഒരെണ്ണം അങ്ങ് കിട്ടിയപ്പോൾ ഹരി എല്ലാം തന്നെ സത്യം സമ്മതിച്ചു. അവന്റെ ഫോണ് തുറന്ന് പരിശോധിച്ചപ്പോൾ ശരണ്യയുടെ വീഡിയോ കൂടാതെ മറ്റു പല പെൺകുട്ടികളുടെയും മോശമായ വീഡിയോ അതെല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. ടോയ്ലറ്റിലും ഡ്രസ്സിംഗ് റൂമിലുമൊക്കെ വെച്ച് എടുത്ത വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ പോലീസിന് അടങ്ങാനാവാത്ത ദേഷ്യം വന്നു. ഇതിനിടയിൽ ഫോൺ പരിശോധിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബബിതയുടെയും അമലിന്റെയും വീഡിയോ പോലീസിന്റെ കണ്ണിൽ പെടുന്നത്. അത് ബാലചന്ദ്രന്റെ മകളല്ലേ എന്ന് DYSP ചോദിച്ചപ്പോൾ രോഹിത് അങ്ങ് ഞെട്ടിപ്പോയി. ഹരിയുടെ കൈവശം തന്റെ പെങ്ങളുടെ വീഡിയോ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ രോഹിത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. എടാ, നീയും കൂടി ഇതെല്ലാം അറിഞ്ഞിട്ടാണോടാ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ തനിക്കിതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്ന് രോഹിത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹരി ഒന്ന് കൊടുത്തപ്പോൾ അവൻ പറയുന്നുണ്ട് അവരെ പിന്തുടർന്ന് ചെന്ന് താൻ ഇതെല്ലാം തന്നെ പകർത്തിയതാണ് എന്ന്. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും അവൾ വഴങ്ങിയില്ല എന്ന് അവൻ കൂട്ടിച്ചേർത്തു. അതും കൂടെ കേട്ടതോടുകൂടി തന്നെ രോഹിത് ആകങ്ങ് തകർന്നു പോവാണ്. DYSP രോഹിതിനോട് പറയുന്നുണ്ട്, നീ മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ കൂട്ടി നിൽക്കുമ്പോൾ നിന്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട് എന്ന കാര്യം നീ ഓർത്തേക്കണം. ഹരിയെയും രോഹിത്തിനെയും നല്ലതുപോലെ അങ്ങ് പെരുമാറിയതിനു ശേഷമായിരിക്കട്ടോ DYSP പിന്നെ ബാലചന്ദ്രനെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അലീന ആയിരിക്കും ഫോൺ എടുത്തത്. അച്ഛൻ മൈനർ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് അലീന പറഞ്ഞപ്പോൾ അടുത്ത അറ്റാക്കിനുള്ളത് ഹരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പോലീസ് മറുപടി നൽകി. ഹരിയുടെ ഫോണിലെ വീഡിയോന്റെ കാര്യം അലീന അറിഞ്ഞപ്പോൾ അലീന ആകങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കാണ്. ഹരി അന്ന് തന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയൊന്നും പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നു എന്ന് DYSP അവളെ ഓർമ്മിപ്പിച്ചു. അലീന ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്നുണ്ട്. കൃഷ്ണമോള് വന്ന് കാരണം ചോദിച്ചപ്പോൾ അലീന ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. ഹരി ഇത്ര വൃത്തികെട്ടവനായിരുന്നു അല്ലേ എന്ന് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. ബബിത തന്റെ അമ്മയുടെ പാത പിന്തുടർന്ന് അമലിന്റെ കൂടെ പോയ ആ ഒരു അവിഹിത ബന്ധത്തിന് പോയത് കൃഷ്ണമോൾക്കും വലിയ സങ്കടമായിരുന്നു. തിരികെ സ്റ്റേഷനിൽ രോഹിത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ സത്യം വെളിപ്പെടുത്തി. ശരണ്യെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ താൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണെന്നും പക്ഷേ ഹരിയും കൂട്ടരും തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അവൻ തുറന്നു പറഞ്ഞു. നിർബന്ധിച്ചുകൊണ്ടാണ് തന്നെ കൊണ്ട് ആ ഒരു വീഡിയോ എടുപ്പിച്ചത് എന്നും രോഹിത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഹരിയോട് ചോദിച്ചപ്പോൾ അവനൊരു പുച്ഛത്തോടെ അത് സത്യമാണെന്നും സമ്മതിച്ചു. ഞങ്ങൾ 3 പേരുമാണ് അവളെ ഉപദ്രവിച്ചത് എന്ന് ഹരി തുറന്നു പറഞ്ഞു. ഇത് പെട്ടെന്ന് കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റായി മാറുന്നു.
എങ്കിലും ഗൂഢാലോചനയിൽ പങ്കുള്ളതുകൊണ്ട് തന്നെ രോഹിത്തിന് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പിന്നീട് അലീന ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. രോഹിത് തെറ്റുകാരനല്ല എന്ന് തനിക്ക് തോന്നുന്നത് എന്ന് അലീന ബാലചന്ദ്രനോട് പറയാണ്. അച്ഛൻ ഒരിക്കലും തളർന്നു പോകരുത് എന്നും രോഹിത്തിനെ നമുക്ക് രക്ഷിക്കാമെന്നും അലീന ഉറപ്പ് നൽകി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അലീന ബബിതയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബബിത അപ്പോഴും അമലിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അലീന അമലിനെ കുറിച്ച് വാണിംഗ് നൽകിയപ്പോൾ ബബിത ദേഷ്യപ്പെടുകയാണ്. ഹരിയുടെ ഫോണിൽ നിന്റെ വീഡിയോസ് എല്ലാം ഉണ്ട് എന്നും പോലീസ് ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരുമെന്നും അലീന പറഞ്ഞപ്പോൾ ബബിതയുടെ കണ്ണുകളങ്ങ് തള്ളിപ്പോയി. അതൊരിക്കലും താനല്ല എന്നും താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത അലീനയോട് തർക്കിക്കാൻ നോക്കിയെങ്കിലും രോഹിത് തന്നെ അത് സ്ഥിരീകരിച്ചു എന്ന് അലീന പറഞ്ഞു. അത് കേട്ടതോടുകൂടെ തന്നെ ബബിത ആകെ തകർന്നുപോയി. റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും ബബിത. ബബിതയെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നും രക്ഷിക്കാനും രോഹിത്തിനെ നിരപരാധിയായി പുറത്തിറക്കാനും അലീന തന്നെ മുൻകൈയെടുക്കും. ബബിത മുറിക്കുള്ളിൽ കയറി കഥകടച്ചതോടുകൂടി തന്നെ അലീനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. ഹരിശങ്കറിനെ പോലെയുള്ളൊരു കൊടും ക്രിമിനലിന്റെ കയ്യിൽ സ്വന്തം അനിയത്തിയുടെ വീഡിയോ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തെ തന്നെ സർവനാശമായിരിക്കും. പിറ്റേന്ന് രാവിലെ തന്നെ ഡിവൈഎസ്പി മധുസൂദനൻ നായരും സംഘവും ബാലചന്ദ്രന്റെ വീട്ടിലേക്കെത്തി. പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ബബിതയുടെ ഉള്ളിൽ ജീവൻ പാതി പോയിട്ടുണ്ടായിരുന്നു. മധുസൂദനൻ നായർ ഓരോ കാര്യങ്ങളും കടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ബബിതയ്ക്ക് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനൊന്നും ആയില്ല. അലീനയുടെ സാന്നിധ്യത്തിൽ ബബിത പൊട്ടിക്കരഞ്ഞു കൊടുത്തിന് സത്യാവസ്ഥയെല്ലാം തുറന്നു പറഞ്ഞു. അമൽ തന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന് കരുതിയെന്നും എന്നാൽ ഹരി ഇത്ര ചീപ്പായി പെരുമാറുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മധുസൂദനൻ നായർ ദയയോടുകൂടെ എന്നാൽ ഗൗരവത്തോടു കൂടെ തന്നെ പറഞ്ഞു. മോളെ, നിനക്ക് സംഭവിച്ചത് ഒരു അബദ്ധമാണ്. പക്ഷേ നിന്റെ ചേച്ചി അലീന അന്ന് കാണിച്ച ആ നന്മയാണ് ഇന്ന് നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അന്ന് അവൾ പരാതി തന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ശരണ്യയുടെ ജീവിതം തകരില്ലായിരുന്നു. പോലീസുകാർ അമലിനെ പിടികൂടാൻ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടെ തന്നെ നീക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം ഹരിയുടെ പക്കൽ നിന്നും ലഭിച്ച തെളിവുകൾ വെച്ച് രോഹിത്തിന്റെ കേസിൽ മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കങ്ങൾ അലീന തന്റെ വക്കീൽ സുഹൃത്ത് വഴി തുടങ്ങി. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഹരി തന്നെ സമ്മതിച്ചത് അവന് വലിയൊരു ആശ്വാസമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്കെത്തി. വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അയാൾ ആദ്യം തകർന്നു പോയെങ്കിലും അലീനയുടെ പക്വതയുയർന്ന പെരുമാറ്റം അയാൾക്ക് ധൈര്യം നൽകി. ബബിതയ്ക്ക് തന്റെ തെറ്റുകൾ ബോധ്യമായിരുന്നു. അവൾ അമലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും അലീനയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അലീന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പഴയതൊക്കെ പോട്ടെ ബബിതെ, ഇനി മുതൽ നീ ശ്രദ്ധിക്കണം. ഈ കുടുംബത്തിന്റെ മാനം കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയും. കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ അലീനയുടെയും പോലീസിന്റെയും കൃത്യമായ ഇടപെടൽ കാരണം ശരണ്യക്ക് നീതി ലഭിച്ചു. ഹരിക്കും കൂട്ടർക്കും കഠിന തടവ് തന്നെ കോടതി വിധിച്ചു. രോഹിത്തിനെ കോടതി താക്കീത് നൽകി വിട്ടയച്ചു. ശരണ്യ പതുക്കെ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു തുടങ്ങി. ബാലചന്ദ്രന്റെ കുടുംബത്തിൽ വീണ്ടും പഴയ സന്തോഷം തിരിച്ചു വന്നു. ചതിയുടെയും വഞ്ചനയുടെയും കരനീഴൽ നീങ്ങി അലീന എന്ന പെൺകുട്ടിയുടെ കരുത്തിൽ ആ വീട് വീണ്ടും ഒരു സ്വർഗമായി മാറി. ബബിത തന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടുകൂടെ തന്നെ മനുവും അലീനയും തമ്മിലുള്ള വിവാഹാലോചനകളായിരിക്കട്ടോ പിന്നീട് സജീവമായി വരാൻ പോകുന്നത്. നമ്മുടെ പാതയിൽ സഞ്ചരിച്ചാൽ എന്നും ദൈവം കൂടെയുണ്ടാവും എല്ലാവർക്കും ബോധ്യപ്പെട്ടതോടുകൂടെ തന്നെ അങ്ങനെ മനുവും അലീനയും തമ്മിൽ ഒന്നിക്കാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.